ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ടിപ്സാണ്. പാമ്പ് ശല്യം നമുക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കർപ്പൂരമാണ് ആദ്യം എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കറുവാപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് കർപ്പൂരം ഞാൻ 2 എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണേലും എടുക്കാം, കുറയാൻ പാടില്ല. അപ്പോൾ 2 കർപ്പൂരം ഇതുപോലെ ഒന്ന് ഞൊടി എടുക്കുക. നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ടിന്നെടുക്കുക, കാരണം കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് പാത്രത്തിലൊക്കെ ആയാലും പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ടിന്നെടുക്കുക. ഇനി നമുക്ക് കറുവാപ്പട്ട, അത് പൊടിച്ചെടുത്തതാണേ. അപ്പോൾ കറുവാപ്പട്ട പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. കർപ്പൂരം, കറുവാപ്പട്ട, ബേക്കിംഗ് പൗഡർ ഇനിയും തീർന്നിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വേണ്ടതെന്ന് വെച്ചാൽ വിനാഗിരിയാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തലേ ദിവസം ഇതുപോലെ ചെയ്ത് വെക്കണം കേട്ടോ. വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം, തോനെയൊന്നും ആവരുത്, കുറച്ച് വെള്ളം, കാരണം ഒരുപാട് വെള്ളമായാൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ ഇത്രയും മാത്രം മതി. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം തലേ ദിവസമേ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കും അതിനകത്ത്. അപ്പോൾ ഇതുപോലെ ഒന്നാക്കി ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് രാവിലെ എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒട്ടും തന്നെ അത് ഒഴിവാക്കരുത് കേട്ടോ. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. മണ്ണെണ്ണ ഏറ്റവും നല്ലൊരു സാധനമാണ്. മണ്ണെണ്ണയുടെ ഒരു സ്മെല്ലടിച്ചാൽ പോലും പാമ്പിൻ്റെ ശല്യം, അതേപോലെ തന്നെ എലി ശല്യം കാണില്ല കേട്ടോ. പെരിച്ചാഴി ശല്യമൊക്കെ, ആ പാമ്പിൻ്റെ ഈ പെരിച്ചാഴിയൊക്കെ വന്ന പൊത്തിനകത്ത് ഈ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് കുറേ നാൾ നിൽക്കും. ആ സ്മെല്ലുള്ളിടത്തോളം കാലം ഒന്നും തന്നെ വരില്ല. അപ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കി നമുക്ക് സാധാ കുപ്പിയിലാക്കിയോ നമുക്ക് വയ്ക്കാം. ഇതിപ്പം എന്താണ്ട് മണ്ണെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു സ്വല്പം മാത്രം മതി കേട്ടോ, കാരണം ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് മണ്ണെണ്ണ ഒരു സ്വല്പം മാത്രം മതി. മണ്ണെണ്ണ മാത്രമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് മണ്ണെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇതേപോലെ നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്ത് മണ്ണെണ്ണ ആക്കിയിട്ട് എല്ലായിടത്തും സ്പ്രേ ചെയ്യുന്നത് നല്ലതാട്ടോ. നമ്മൾ പുറത്ത് ഷെഡിൽ സാധനങ്ങളൊക്കെ കൂട്ടിയിടുന്ന സ്ഥലത്ത്, വിറക് ഒക്കെ ഇടുന്ന സ്ഥലത്ത് ഒക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക മണ്ണെണ്ണ. അപ്പം ഈ ഒരു സൊല്യൂഷൻ ഞാൻ കുപ്പിയിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മൂടിക്കകത്ത് അതിൻ്റെ അടപ്പിനകത്തൊരു ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുക്കള വശത്ത് പിന്നെ അതുപോലെ വിറകിടുന്ന പെരയിൽ നമ്മൾ വേസ്റ്റ് കവറ് അങ്ങനെയൊക്കെയുള്ള ഷെഡ് സാധനങ്ങളൊക്കെ ഇടുന്ന സ്ഥലത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇടയിലും മുക്കിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്മെല്ലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പോയിക്കോളും. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഷെഡിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വാരി കൂട്ടിയിടുമല്ലോ, അത് ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് അത്യാവശ്യമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. തുണിയും വേസ്റ്റും പുറത്തെ ഷെഡിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ ഇതുപോലെ വാരിയിടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. ആ ഭാഗത്തെല്ലാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു സ്മെല്ലടിച്ചിട്ട് അതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് പുറത്ത് പോയിക്കോളും കണ്ടോ. അപ്പം പാമ്പിൻ്റെ ശല്യം പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ അത് പൊത്തിലൊന്നും ഇരിക്കത്തില്ല കേട്ടോ. അത് ഇതുപോലെ തണുപ്പ് തേടിയിട്ട് വരും. പ്രത്യേകിച്ച് പുറത്തൊന്നും വെള്ളം വയ്ക്കരുത്, വെള്ളം ഒട്ടും തന്നെ വയ്ക്കരുത്. കാരണം വെള്ളമുള്ള സ്ഥലത്തൊക്കെ അത് വന്ന് കിടക്കാൻ ചാൻസ് ഉണ്ട്, തണുപ്പടിച്ചിട്ട്. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ കൊതുക് ശല്യം കൂടുതലായിട്ട് വരുന്ന സമയമാണ് ഇതല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് പുകയ്ക്കാം. അതിനായിട്ട് ഞാൻ കറുവാപ്പട്ടയുടെ പൊടിയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ പുകയ്ക്കുന്ന ഏത് ചട്ടിയാണോ ചിരട്ടയാണോ ഏതാണേലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ കറുവാപ്പട്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് കറുവയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറുവയുടെ 2 ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കർപ്പൂരം ഇട്ടിട്ട് ഒന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ കത്തി കഴിഞ്ഞിട്ട് നമുക്ക് പുകയ്ക്കണം കേട്ടോ. കത്തി അതങ്ങ് അണച്ചതിന് ശേഷം ആ ഒരു പുകയാണ് എല്ലായിടത്തും കൊള്ളിക്കേണ്ടത്. ഈ ഒരു സ്മെല്ല് ഫുള്ള് നമ്മുടെ വീട്ടിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് ഒരു സാധനങ്ങളും കയറില്ല കേട്ടോ, വീട്ടിനകത്ത് കയറില്ല. അതുപോലെ തന്നെ കൊതുക് ശല്യവും കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു സാധനം വെച്ച് പുകയ്ക്കുന്നത് നല്ലതാണ് കറുവാപ്പട്ട. ഇതിപ്പോൾ കത്തി പിടിച്ചതിന് ശേഷം നമുക്ക് അണച്ചിട്ട് എല്ലായിടത്തും ഒന്ന് പുകച്ചു കൊടുക്കാം.
റൂമിലെല്ലാം ഒന്ന് പുകച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ തന്നെയും നമ്മളത് പുകയാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചെറിയതായിട്ട് തേങ്ങയുടെ ചകിരി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ അതങ്ങ് പുകഞ്ഞുകൊണ്ടിരുന്നോളും. അപ്പോൾ ആ ഒരു പുക സ്മെല്ല് നമ്മൾ വീട്ടിനകത്ത് നിൽക്കുന്നുണ്ട്, തന്നെ ഒന്നും തന്നെ കയറില്ല കേട്ടോ. ചെറിയ പക്കി പ്രാണികൾ ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ് ഈ കറുവപ്പട്ടയുടെ സ്മെല്ല്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന 2 കിടിലൻ ടിപ്സുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർ കാണണം. ഇതിപ്പം നമ്മൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ഒന്ന് അണച്ചു കൊടുത്തിട്ടൊന്ന് പുകച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റൂമിൻ്റെ അകത്ത് കർട്ടൻ, അതേപോലെ തന്നെ തുണികൾ, സ്റ്റാൻഡിട്ടിരിക്കുന്ന തുണികൾ അവിടെയൊക്കെ ഒന്ന് കട്ടിൻ്റെ അടിയിൽ ഒന്ന് പുകച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുന്ന കൊതുകുകളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. അതുപോലെ ആ ഒരു സ്മെല്ല് അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് പാമ്പ് ഒന്നും തന്നെ അകത്തോട്ട് കയറത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അണച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ചെന്ന് കൊണ്ട് പുകച്ചു കൊടുക്കുക. പുകയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സ് 2 നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.